റൈറ്റ്. സ്തോത്രം. കർത്താവിന് മഹത്വം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്തുവാ നിങ്ങൾക്കറിയാമല്ലോ. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഇന്ന് എനിക്ക് ഇതെടുക്കണമെന്നുണ്ട്, ഇതിൻ്റെ ബാക്കിയായിട്ട്. പക്ഷെ മറ്റൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ട്. നമ്മളിവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചു, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു, ഇവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചു അല്ലേ. നമ്മൾ തുടർന്ന് ചിന്തിക്കാനുള്ളിടത്തേക്കൊന്ന് വന്ന് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു കാര്യം ഒന്ന് നോക്കിയിട്ട് പോകാം. ദൈവത്തിൻ്റെ സുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിൻ്റെ സുരക്ഷ. കർത്താവ് നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ലാസ്റ്റ് ഇവിടെ വരെയല്ലേ ചിന്തിച്ചേ? ഇവിടെ വരെ ചിന്തിച്ച് ഇനി അടുത്തത് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകേണ്ടത് ഇവിടം തൊട്ടാ ചിന്തിക്കേണ്ടി അല്ലേ. പക്ഷേ നിങ്ങൾക്കിന്ന് ഞാൻ മറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം ദൈവമക്കളെ പഠിപ്പിച്ചാൽ അതിനകത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഇസ്രയേൽ മക്കളുടെ യാത്രകളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇസ്രയേൽ മക്കളുടെ യാത്രകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവരുടെ യാത്രയിൽ എന്തുവാ ആ മിസ്റ്ററി നടന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ്. ഇത് തന്നെ. ഇത് ലൈഫ് ലൈറ്റ് മിനിസ്ട്രീസിൻ്റെ ഞങ്ങളുടെ ബുക്കിനകത്തുള്ള ഒരു സ്റ്റഡിയാണ്. ഒരു ബ്യൂട്ടിഫുൾ കാര്യം ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം. നമുക്കിന്ന് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനകത്തൊന്ന് ഇന്നൊന്ന് മാറിയിട്ടൊന്ന് ചിന്തിക്കാം. ഒരു ബ്യൂട്ടിഫുൾ കാര്യം. സോ എന്നെക്കൊണ്ട് മാക്സിമം ഐ സ്പീക്ക് ഇൻ മലയാളം ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷ്. സോ സിസ്റ്റർ ഓൾസോ സിസ്റ്ററിന് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. So we're going to study about this map. Not map, study about one of the intense topic in the Bible. ദൈവം ഇൻസിസ്റ്റ് ചെയ്തേക്കുന്ന, ദൈവം ഡീപ്ലി പറഞ്ഞേക്കുന്ന ഒരു വേർഡാണ്. ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി പോവാം. റൈറ്റ്, ലെറ്റ് മീ ഓപ്പൺ ദ പെൻ. ഓക്കെ, ബൈബിളിൽ എത്ര ചാപ്റ്റർ ഒരു വിഷയം പറയാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങൾക്കറിയാം അതിന് എത്ര ഇമ്പോർട്ടൻസ് ഇവൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു സ്റ്റഡി അബൌട്ട് ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ ദാറ്റ് ബൈബിൾ വിച്ച് ഇസ്, ദൈവം പഠിപ്പിക്കാൻ വേണ്ടി എത്ര ചാപ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ട്, അതിനത്ര ഇമ്പോർട്ടൻ്റാണ്. എത്ര ചാപ്റ്ററാണ് കുറച്ച് പറഞ്ഞേക്കുന്നത്, അതിനത്ര ഇമ്പോർട്ടൻസ് ദൈവം കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ പറഞ്ഞേക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പറഞ്ഞതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബൈബിളിൽ ടാബർനാക്കിൾ പഠിപ്പിക്കാൻ, ടാബർനാക്കിൾ പഠിപ്പിക്കാൻ ബൈബിളിൽ എത്ര ചാപ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? There are 50 chapters. It is separated to, it's explained about the tabernacle. That much importance God has given to tabernacle. ദൈവം അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ടാബർനാക്കിൾ. എവിടെയൊക്കെയാണ് കൊടുത്തേക്കുന്നത് നോക്കിയേ. OTയിൽ 46 ചാപ്റ്റർ, NTയിൽ 4 ചാപ്റ്റർ, totally 50 chapters are there. 50 chapters are there. എന്തിനെ? ടു എക്സ്പ്ലെയിൻ അബൌട്ട് ടാബർനാക്കിൾ. നിങ്ങളും കൂടെ എൻ്റെ കൂടെ പറഞ്ഞു വന്നാട്ടെ കേട്ടോ, ടാബർനാക്കിളിനെ കുറിച്ച്. ഇനി ക്രിയേഷൻ, ഓൾ ക്രിയേഷനെ കുറിച്ച് ദൈവം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓൾ ക്രിയേഷൻ, it's about the stars, sky, all creatures in the earth, even the birds in the sky, even the creatures in the water, all those things God explain ചെയ്യാൻ വേണ്ടി God has separated 2 chapters in the Bible. Only 2 chapters. Genesis 1 and 2. Now you tell me, which one are more important? Creation are more important or tabernacle is more important in the Bible? Tabernacle. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത്രയും ചാപ്റ്റർ മാറ്റി വെച്ചേക്കുക.
ചില വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ പറയാൻ ഒത്തിരി അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി അധ്യായങ്ങൾ. മറ്റു ചിലരെക്കുറിച്ച് പറയാൻ കുറച്ച് മാത്രമേ ഉള്ളൂ, ചിലരൊറ്റ വാക്യത്തിലേ ഉള്ളൂ. Some people are in one verse in the Bible, but some other people are there in the many chapters. God has used many chapters to explain their life. But actually ചിലരെ കുറിച്ച് പറയാൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ എത്ര വേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ബൈബിളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഏതൊക്കെയാ? 5 books of the Bible. The first books: Genesis, Exodus, Leviticus, Numbers, Deuteronomy. 5 chapters. It is called Torah. In Jewish culture they call Torah. എന്നാണ് വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നു ന്യായപ്രമാണം. ആകാശം മാറാം, ഭൂമി മാറാം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറത്തില്ല. അങ്ങനെ ബൈബിൾ പറഞ്ഞേക്കുന്നത്. തോറായുടെ അപ്പം നിങ്ങൾ ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ പോവാം. ടാബർനാക്കിളിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമുണ്ട്. ടാബർനാക്കിൾ ഭയങ്കര ഇൻറ്റൻസാണ്. പക്ഷെ ടാബർനാക്കിളെല്ലാം വരുന്നത് അതിനകത്താണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ബൈബിളിൽ മൊത്തം കിടക്കുക അതിനകത്ത് വരുന്ന ടാബർനാക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. There are 70% of Torah. 70% of Torah God has separated to study, അല്ലെ സെപ്പറേറ്റ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, to teach us. It's about the ജേർണിയെ കുറിച്ച് പഠിപ്പിക്കാൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? God has separated how many percentage of Torah? 70% of Torah is separated to teach us. It's about the ജേർണിയെ കുറിച്ച് പഠിപ്പിക്കാൻ ബൈബിളിൻ്റെ 70% മാറ്റി വെച്ചേക്കുക തോറായുടെ. അപ്പം ജേർണി എത്ര ഇമ്പോർട്ടൻ്റാ? യു തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ജേർണി? Why God has separated 70% of Torah? It's to teach us about the journey. എന്തിനാ അധികം അത്രയും മാറ്റി വെച്ചത്? Why God has separated that much chapters? എന്തിനാ മാറ്റി വെച്ചെന്ന് അറിയാമോ? ഇനി ബിഫോർ ദാറ്റ് ആരുടെയൊക്കെ ജേർണിയാ? ഫസ്റ്റ് കൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോ. ഇറ്റ് ഇസ് ജേർണി. ആരുടെയൊക്കെ ജേർണിയാ? 1 അബ്രഹാമിൻ്റെ ജേർണി. 2 ജേക്കബ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ഞാൻ ഒരാളെ വിട്ടുപോയില്ലേ? ആരെ വിട്ടുപോയേ? ഐസക്. എന്താ ഐസക്കിനെ എഴുതാൻ ഞാൻ അറിയാമോ? ഐസക് യാത്ര ചെയ്തില്ല. ഇസഹാക്ക് സമാധാനപ്രിയനായി പുള്ളി ഒരിടത്തങ്ങ് താമസിച്ചു. പക്ഷെ ജേർണി ചെയ്തതെല്ലാം ആരാ? ഫസ്റ്റ് അബ്രഹാം. ബട്ട് ഐസക് ഹാസ് ടു കം. ഐസക് ആയിരുന്നു വരേണ്ടിയത്. ഐസക് സപ്പോസ് ടു കം, ബട്ട് ഐസക് വന്നില്ല. ബിക്കോസ് ഹി ഡിഡ്ന്റ് ട്രാവൽ. ഹി സ്റ്റേയ്ഡ് ഇൻ വൺ പ്ലേസ്. ഒരു സമാധാനപ്രിയനായി അവരുടെ തങ്ങ് താമസിച്ചു. അപ്പോൾ യാക്കോബിൻ്റെ യാത്ര, 3-ാമത്തെ ഇസ്രയേൽ. ജേക്കബ് കഴിഞ്ഞ ഇസ്രായേൽ. യാക്കോബ് ഇസ്രയേൽ മക്കൾ, ഇസ്രയേലൈറ്റ്സ്. യാക്കോബിൻ്റെ പേര് തന്നെയാണ് ഇസ്രയേൽ, പക്ഷെ ഇസ്രയേൽ മക്കളുടെ 3 പേരുടെ ജേർണിയാണ്. ആരുടെയൊക്കെ ജേർണിയാണ് ബൈബിളിൽ? തോറായുടെ 70% അബ്രഹാമിൻ്റെ ജേർണി തുടങ്ങുന്നത് ജെനസിസ് 12 തൊട്ട് അബ്രഹാമിൻ്റെ ജേർണി തുടങ്ങുന്നത്. ജെനസിസ് 12 തൊട്ട്. അത് കഴിഞ്ഞാൽ ജേക്കബിൻ്റെ ജേർണി. അത് കഴിഞ്ഞിട്ട് ഇസ്രയേൽ മക്കളുടെ യാത്ര. പിന്നെ അങ്ങ് ചാപ്റ്റർ എക്സഡസ് 12 തൊട്ട് കംപ്ലീറ്റ് ഈവൻ ഡ്യൂട്രോണമി വരെ. ഇറ്റ്സ് ഓൾ ബുക്സ് ടോക്ക് അബൌട്ട് ദി ജേർണി. വൈ ജേർണി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ജേർണി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയത്? ബിക്കോസ് വി ആർ ഓൾസോ ഇൻ എ ജേർണി ഇൻ ദിസ് വേൾഡ്. നമ്മളും ഈ ലോകത്തിൽ കൂടെ ഒരു യാത്രയിലാണ്. ഈ യാത്രയിലാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. യാത്രയിൽ കൂടെ പണിതാണ്
God will build us in this journey. God will mold us. God will correct us. God will train us, groom us. Then only God can take us to the promised land. നമ്മൾ ദൈവസന്നിധിയിൽ പണിയപ്പെടുന്ന ഏറിയാണ് ജേർണി. നിങ്ങൾ മനസ്സിലായോ ഇത്രേ? ഡിഡ് യു ഗെറ്റ് ദിസ് മച്ച് തിങ്? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? നമ്മുടെ ലൈഫും ഒരു ജേർണി ആയതുകൊണ്ടാണ് ബൈബിളിൽ എന്തിനാ ജേർണി ഇത്ര ഇമ്പോർട്ടൻസ് ആയി കൊടുത്തത്? നിങ്ങൾ ഇനി ഫസ്റ്റ് തിങ് പറയാൻ പോവാം. നിങ്ങൾ ഗ്രൂമായത്, നിങ്ങളിത് എഴുതിയെടുത്തോ, ഇത്ര എഴുതിയെടുത്തെങ്കിൽ അതങ്ങ് മായ്ക്കാം. പോയി. നമ്മൾ എന്തിനാ ജേർണി ഇമ്പോർട്ടൻറ്റ്? വൈ ജേർണി സോ ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ് തിങ്, നമ്മൾ ഗ്രൂമായേക്കുന്നത്, മോൾഡായേക്കുന്നത്, ഇസ്രായേൽ മക്കൾ മോൾഡായത്, ഗ്രൂമായത്, ഇറ്റ് ഈസ് എ അണ്ടർ ദി ക്ലൗഡ് ഓഫ് ഡാർക്ക്നെസ്. വേർ വാസ് ഇസ്രായേലൈറ്റ്സ്? ഇൻ വാസ് ഈജിപ്റ്റ്. ഈജിപ്ഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് ഒത്തിരി ഗോഡ്സ് ഉണ്ടായിരുന്നു. ദേ ആർ മെനി ഗോഡ്സ്, ഒത്തിരി ഗോഡ്സ് ഉണ്ടായിരുന്നു. അവർ വളർന്നത് ആ ഡാർക്ക്നെസ്സിൻ്റെ അണ്ടറിൽ അവർ വളർന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഗ്രൂം അയക്കുന്നത് എങ്ങനെ? അണ്ടർ ദി ഡാർക്ക്നെസ്സിൻ്റെ അകത്താണ് അവർ വളർന്നേക്കുന്നത്. അവരുടെ സ്വഭാവം അങ്ങനെ, അവരുടെ ക്യാരക്ടർ അങ്ങനെ, ഇമോഷൻസ് അങ്ങനെ. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഏത് ടെറിട്ടറിയിലാണ് വളർന്നത്, ദാറ്റ് വിൽ അഫക്റ്റ്, ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ്. I'll tell you one example because we are working among the youth. I'll tell you one example. ഞാൻ നിങ്ങളുടെ ചില സ്ഥലങ്ങൾ പറയുമ്പോൾ you have to understand. See, ഇവൻ ഞാൻ കാസർഗോഡ് തൊട്ട് നോക്കാം, അല്ലെ ബാംഗ്ലൂർ സിറ്റി നോക്കാം. the children in the youth in the Bangalore city, they have big bandwidth. ഭയങ്കര ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് കുറച്ച് വലുതാണ്. കാരണം അവർ സിറ്റി ലൈഫിലാണ് വളർന്നത്. ഒരു സിറ്റി ലൈഫിലാണ് മൾട്ടി കൾച്ചർ, മൾട്ടി ലിംഗ്വിസ്റ്റിക്, മൾട്ടി തിങ്, എല്ലാം അങ്ങനത്തെ ഒത്തിരി നാഷണാലിറ്റിയും കൂടെ ഉള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി. സോ ഈ വൺ പേഴ്സൺ ഹാസ് ഗ്രൂംഡ് ഇയർ, അവരുടെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ ആയിരിക്കും? ഹൗ ദേ ആർ, അവരുടെ കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. ഇത് സെയിം ടൈം എൻ്റെ നാട് നോക്കണം. എൻ്റെ നാട് എന്ന് പറഞ്ഞ സ്ഥലം കോഴഞ്ചേരിയാണ്. ഇറ്റ്സ് എ വില്ലേജാണ്. അതിനകത്തുള്ളൊരു വില്ലേജാണ് കുഴിക്കാല എന്ന സ്ഥലം. കുഴിക്കാലെ വളർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ബാൻഡ് വിഡ്ത്ത് എൻ്റെയൊക്കെ തലമുറയിലുള്ള അവരുടെ ആ സറൗണ്ടിങ്ങിലുള്ളതേ ഉള്ളൂ. ഇപ്പം നോക്കിയാൽ ട്രിവാൻഡ്രം ഏരിയയിൽ ചെല്ലാമെങ്കിൽ ട്രിവാൻഡ്രത്തെ ഏരിയയുടെ ആൾക്കാരുടെ കൾച്ചർ ഒരു കൾച്ചറാണ്. കൊല്ലത്ത് വന്നാൽ, പത്തനംതിട്ട വന്നാൽ, ആലപ്പുഴ വന്നാൽ, എറണാകുളം വന്നാൽ, എവരി സ്ഥലത്തെ ആൾക്കാരുടെ ഗ്രൂം അയക്കുന്ന പിള്ളേരുടെ കൾച്ചർ ഡിഫറെൻ്റ്. ബാംഗ്ലൂർ ഡിഫറെൻറ്റ്, ബോംബെ ഡിഫറെൻറ്റ്, നോർത്ത് ഈസ്റ്റ് ഡിഫറെൻറ്റ്, ആസം ഡിഫറെൻറ്റ്, ഡൽഹി ഡിഫറെൻറ്റ്, ഈവൻ പഞ്ചാബ് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ഐ എം ഗോയിങ് ടു ട്രാവൽ ടു 3 സ്റ്റേറ്റ്, 3 സ്റ്റേറ്റിലോട്ട് പോവാം. ഡൽഹി, പഞ്ചാബ്, ജമ്മു. ഡിഫറെൻറ്റാണ്. ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള യൂത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു. ഡൽഹി ആണെങ്കിൽ കുറച്ചും കൂടെ ഡിഫറെൻറ്റാണ്. ഇസ്രായേൽ മക്കൾ വളർന്നത് എങ്ങനെയാണെന്നറിയാം? എവിടെയാ? Egyptians under the cloud of the darkness. So you tell me how their character was. It's influence ചെയ്തിട്ടുണ്ടോ? ദൈവം അവരെ ക്ലൗഡിൻ്റെ അടുക്കൽ, പ്ലീസ് ലിസൺ, ക്ലൗഡിൻ്റെ അണ്ടർ ദി ഡാർക്ക്നെസ് ഓഫ് ദാറ്റ് ക്ലൗഡ്, ആ ഇൻഫ്ലുവൻസിനകത്തുനിന്ന് ദൈവം അവരെ ഒരു രക്തത്തിൻ്റെ കവനൻറ്റിനകത്തൂടെ, ദ ബ്ലഡ് ഓഫ് ദ കവനൻറ്റ്, ദ പാസ് ഓവർ കവനൻറ്റ്, നോ, ആഫ്റ്റർ ദി പാസ് ഓവർ കവനൻറ്റ്, ഡാർക്ക്നെസ്സിനകത്തുനിന്ന് അവർ എൻ്റർ ചെയ്ത് എങ്ങോട്ടാ? ലൈറ്റ്. യു ഗോട്ട് ഇറ്റ്? ഡാർക്ക്നെസ്സിനകത്തൂടെ അവർ എൻ്റർ ചെയ്ത് എങ്ങോട്ടാ? അല്ലേ? ഡാർക്ക്നെസ്സിനകത്തുനിന്ന് ഇസ്രായേലൈറ്റ്സ് ഡാർക്ക്നെസ്സിനകത്തായിരുന്നു. ഈ ഡാർക്ക് ക്ലൗഡിനകത്തുനിന്ന്
ഇവിടാണ് പാസ് ഓവർ നടക്കുന്നത്. പാസ് ഓവർ നടന്നു. ഇവിടുന്ന് നേരെ കയറുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഗ്ലോറിക്കകത്തോട്ടാണ് കയറുന്നത്, അല്ലെങ്കിൽ ഒരു ലൈറ്റിനകത്തോട്ടാണ് കയറുന്നത്. ഇവിടെ വളർന്ന ആൾക്കാരെല്ലാം, ഇവിടെ ഒത്തിരി ആൾക്കാർ വളർന്നിട്ടുണ്ടെന്ന് വെച്ചോ, ഒത്തിരി ആൾക്കാരുണ്ടെന്ന് വെച്ചോ. ഇവരെല്ലാം വളർന്നെടുത്തുനിന്ന് നേരെ എൻ്റർ ആകുന്ന എങ്ങോട്ടാ? ഗ്ലോറി, ലൈറ്റ്, ദ ക്ലൗഡ് ഓഫ് ഫയർ ആൻഡ് ക്ലൗഡ് ഓഫ് ദ പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ക്ലൗഡ് ഓഫ് പില്ലർ. ആ അതിനകത്തൂടെ ഇതിനകത്തൂടെ നടന്നേ. അഗ്നിമേഘ തൂണിനകത്തൂടെ, അഗ്നി തൂണിനകത്തൂടെ ഇവർ കയറിയത്. അപ്പോൾ തേജസ്സിൻ്റെ മേഘം ഇവരുടെ തലമേൽ നിൽക്കുക. 2, ആ മേഘമായി ഇവരെ പണിയുന്നത്. ലിസൺ, ഇൻ ദിസ് ജേർണി ഗോഡ് വിൽ മോൾഡ് യു, ഗോഡ് വിൽ ടെസ്റ്റ് യു, ഗോഡ് വിൽ ട്രെയിൻ യു. എവിടെ വെച്ച് ട്രെയിൻ ചെയ്യും? എവിടെ വെച്ച് മോൾഡ് ചെയ്യും? പ്ലീസ് റൈറ്റ് ഇറ്റ് ഓൺ ദാറ്റ് വേർഡ്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഹൈലി ഇമ്പോർട്ടൻ്റ്. എവിടെ വെച്ച് പണിയെന്ന് അറിയാമോ? ഈ ജേർണിക്കകത്ത് നിങ്ങളുടെ മേൽ ഗ്ലോറി ഉണ്ട്. പക്ഷെ നിങ്ങളെ പണിയുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? എവിടെ നിങ്ങളായിട്ട് പണിയുന്നേ? വിൽഡർനെസ്, മരുഭൂമി. അയ്യോ, മരുഭൂമി ഹാർഡാണ്. ഇൻ ജേർണി എതുവഴിയാണ് കൊണ്ടുപോകുന്നത്? മിൽക്ക് ആൻഡ് ഹണിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. മിൽക്ക് ആൻഡ് ഹണി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. മിൽക്ക് ആൻഡ് ഹണിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്, വിച്ച് ഇസ് എ പ്രോമിസ് ലാൻഡ്. പക്ഷെ ഇവിടെ വരെ ചെല്ലണമെങ്കിൽ എന്തു വേണം? ഈ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ, ആ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ. വൈ ഇറ്റ്സ് വിൽഡർനെസ്? ദൈവം എന്തിനാ വിൽഡർനെസ്സിൽ കൂടെ കൊണ്ടുപോകുന്നത്? ഓക്കെ, ബിഫോർ ദാറ്റ്, വിൽഡർനെസ്സിൽ പോകുന്ന എന്തിനാന്നുള്ളതിനെക്കാട്ടി മുമ്പേ ഇവിടെ ഒരു ലീഡറുണ്ട്. ആരാ ലീഡർ? മോസസ്, ഒരു അനോയിന്റഡ് സെർവൻറ്റ്. 2, ഇവിടെ ആരോനുണ്ട്, ജോഷുവ ഉണ്ട്. ഇവരെല്ലാം ഉണ്ട്. ആരോനുണ്ട്, ജോഷുവ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് 3 പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മോസസ് ഉണ്ട്, ആരോനുണ്ട്, ജോഷുവ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ യു ലിസൺ, ഇവരെയും ഇസ്രായേലൈറ്റ്സിനെ ഇവർ മൊത്തം ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഇവരെ ആരാ നടത്തുന്നത്? പ്രസൻസ് ഓഫ് ഗോഡ്. All these people are guided by presence of God. നമ്പേഴ്സ് 9 കിടപ്പുണ്ട്. ഇത് നമ്പേഴ്സ് 9. ഗ്ലോറിയിലേക്ക് they enter into the glory. From the darkness to, they left that to Egypt and they enter into glory. Are you listening? Enter into glory. From there, എങ്ങോട്ട് പോകണമെങ്കിലും, if they wanted to take left side, അവർക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാൻ പറ്റുമോ? No. They wanted to go to right side. No, they can't take. They should follow the presence of God. Presence of God റൈറ്റിലോട്ടാ തിരിഞ്ഞതെങ്കിൽ they have to take. Presence of God സ്പീഡിനാ മൂവ് ചെയ്തതെങ്കിൽ you have to make up your speed. Presence of God slow down ആയാൽ, presence of God stop ആയാൽ, you also stop it. അല്ലല്ല, I need honey milkshake now. I need honey milkshake now. If you say like that, God will say, you be there. നിങ്ങൾ പോയി എൻ്റർ ആകുന്നത് ജൈൻസിൻ്റെ കയ്യിലായിരിക്കും.
നിങ്ങൾ ഇതിനു മുമ്പേ പ്രസൻസ് ഓഫ് ഗോഡ് ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്, ഞാൻ ഓടാൻ പോവാം. നിങ്ങൾ പോയി എവിടെ ആയിരിക്കും പോയി ഫോൾ ആകുന്നത്? യു വിൽ ഫോൾ ഇൻ ടു, ഇഫ് യു മൂവ് ഔട്ട് ഓഫ് ദി presence of God, you will fall into giants. Giants വേണമെന്ന് പോലും ഇല്ല, giants വേണമല്ല, സ്നേക്സ് ഉണ്ട്. ബൈബിൾ വിളിക്കുന്ന പേര് അഗ്നിസർപ്പം, തേള്, കൊടിയ മരുഭൂമി. ഈ സൂര്യനെ ചൂട് തന്നെ തകർത്ത് കളയും. Be under the presence of the Lord. Oh, can you say one hallelujah? Be under the presence of God. Presence of God in under നിൽക്കുക കേട്ടോ. അതല്ല എനിക്ക് ഇപ്പം വേണം, എനിക്ക് ഓടാൻ അറിയാം, എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയാൽ, I have a lot of experience, I know the way, I know what we can do, I know few contacts, I know. If you moved out of the presence of God, what will happen? പ്രസൻസ് ഓഫ് ഗോഡിനെയാണ് മോസസ് ഫോളോ ചെയ്തത്. പ്രസൻസ് ഓഫ് ഗോഡിനെയാണ് ആര് ഫോളോ ചെയ്തത്? ആരോൺ. പ്രസൻസ് ഓഫ് ഗോഡിനെയാണ് ആര് ഫോളോ ചെയ്തത്? യോശുവ. ഓൾ ഇസ്രായേലൈറ്റ്സ്, 30 lakh people ആരെ ഫോളോ ചെയ്തു? ടെൽ മീ ദാറ്റ് വേർഡ്. പ്രസൻസ്. Can you say loudly? Presence of the Lord. It is, which is very blessing. പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ അണ്ടർ ട്രാവൽ ചെയ്യുക. ഇവർ ഇവിടെ വന്നു, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു, മേഘം അവിടെ നിന്നു. അന്ന് അവർ ദേ ഹാവ് ടു സ്റ്റേ ദെയർ. നെക്സ്റ്റ് ഡേ മേഘം ഉയർന്നില്ല, നെക്സ്റ്റ് വീക്ക് മേഘം ഉയർന്നില്ല, നെക്സ്റ്റ് മന്ത് മേഘം ഉയർന്നില്ല, നെക്സ്റ്റ് 2 months മേഘം ഉയർന്നില്ല. അപ്പോൾ ഇവരെന്തോ എടുക്കണം? ദേ ഹാവ് ടു സ്റ്റേ അണ്ടർ ദിസ്. നിങ്ങളുടെ ലൈഫിൽ മേഘം ഉയരുന്നൊരു സമയമുണ്ട്. The time will come, the cloud will rise up, മേഘം ഉയരും, cloud will move. That time you cannot stay there. നിങ്ങൾ സ്റ്റേ ചെയ്യില്ല അവിടെ. നിങ്ങൾ സ്റ്റേ ചെയ്യുക, അന്നേരം you have to, നിങ്ങളുടെ കുറ്റിയും കൊളുത്തും എല്ലാം ഊരിക്കൊണ്ട് you have to pack it out, you have to move. Oh Lord, ഇന്ന് ഒരാഴ്ച കൂടെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യട്ടെ. നോ നോ നോ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇമോഷനും ഈഗോയും നമ്മുടെ ഇതെല്ലാം God will groom it. All our attitude എന്തോ ചെയ്യും? ഞാൻ പറയുന്ന വേർഡ് കേൾക്കുന്നുണ്ടോ? നോ നോ നോ, എനിക്കിന്നൊരു മൂഡില്ല, പക്ഷെ ക്ലൗഡ് പോയി. വാട്ട് വിൽ ഹാപ്പൻ? കർത്താവേ, ഇന്ന് തിങ്കളാഴ്ചയാ, ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് സൺഡേ, എനിക്കിന്നൊരു മൂഡില്ല. വാട്ട് വിൽ ഹാപ്പൻ? ക്ലൗഡ് മൂവ് ചെയ്തു. നിങ്ങൾക്ക് ക്ലൗഡ് മൂവ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് മൂഡില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ലൈഫിനെ ഇതൊത്തിരി ട്രെയിൻ ചെയ്യുന്നതാ ജേർണി. നിങ്ങൾ കണ്ടോ, ഈഗോ, ആറ്റിറ്റ്യൂഡ്, കോംപ്ലക്സ്, അരഗൻസ്, ആങ്കർ, സ്റ്റബേൺനെസ്, ഇങ്ങനെയുള്ള ഒത്തിരി ആറ്റിറ്റ്യൂഡ് ഉള്ളവരെല്ലാം ഇൻ ദിസ് ജേർണി ദേ വിൽ പെറിഷ്. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? എൻ്റെ അകത്ത് സ്റ്റബേൺനെസ്സാ. വാട്ട് വിൽ ഹാപ്പൻ? ഗോഡ് വിൽ ഗിവ് സം മോർ opportunities, but in this journey you will not enter into the promised land. Dear children of God, പ്രിയ ദൈവമക്കളെ, we are also in the journey. In the Old Testament, Israelites are guided by the pillar of cloud and pillar of fire, which is presence of God. But today we are guided by Holy Spirit. ഇന്ന് നമ്മളെ ആരാ ഗൈഡ് ചെയ്യുന്നത്? ദൈവമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? Every time Holy Spirit will say something, you have to very diligently listen.
വെരി കെയർഫുള്ളി യു ഹാവ് ടു ഗിവ് അറ്റൻഷൻ. ശ്രദ്ധിച്ച് കേൾക്കണം. അയ്യോ ഞാൻ കേട്ടില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ കേട്ടില്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. ദൈവം പറയും, നിനക്ക് നിന്റെ ജോലിയാ, നിന്റെ ജോലിയാ. എത്ര ഈ യാത്ര, ഇൻ ദിസ് ജേർണി യു ഹാവ് ടു ബി വെരി ഡിലിജന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഈ യാത്ര എങ്ങനെ ആയിരിക്കണം? ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എന്തിനാ കെയർഫുൾ ആക്കുന്നത്? ഗാഡ് ഈസ് ട്രെയിനിങ് യു. നിന്റെ ലെഗിനെ ട്രെയിൻ ചെയ്യും, നിന്റെ ഹാൻഡ്സിനെ ട്രെയിൻ ചെയ്യും, നിന്റെ മൈൻഡിനെ ട്രെയിൻ ചെയ്യും. എത്ര ഇത് പഠിക്കാൻ തുടങ്ങിയ ആൻറ്റി, ഇത് ഭയങ്കരമാണ്. ഇസ്രായേൽ മക്കൾ വന്ന് വീട് പണിതു. ഇങ്ങനെ കൊണ്ട് പണിത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇവരൊരു വീട് പണിതു. ഇസ്രായേൽ മക്കളുടെ വീട് പണിതു. ഇങ്ങനെ വീട് പണിതു. വാതിൽ ഇവിടെ വാതിൽ എന്ന് വെച്ചോ. പക്ഷെ സൂര്യൻ ഉദിക്കുന്ന ഇപ്പുറത്താണ്, പുറകിലാണ്. രാത്രിയാകാതെ വീട് വെളിച്ചം കിട്ടത്തില്ല. അയ്യോ, അന്നേരം അവർക്ക് മനസ്സിലായത്, അയ്യോ വീട് പണിയുമ്പോൾ ഇങ്ങനല്ല പണിയണ്ടിയേ. വീട് പണിയുമ്പം ലൈറ്റും വെളിച്ചവും കാറ്റും കയറുന്ന രീതിയിൽ വെളിച്ചം. അപ്പോൾ അവർ 2 സെൻസ് ഓപ്പണായി. എന്തൊക്കെ ഓപ്പണായി? മോനെ മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട് പണിയുമ്പോൾ എന്തൊക്കെ കാണണം? ലൈറ്റ്, എയർ സർക്കുലേഷൻ കാണണം, ലൈറ്റ് കാണണം. പക്ഷെ ഈ വീട് ഉൾട്ടാ പണിതാലോ, സണ്ണ് റൈസായി ഇവിടെ വരാതെ വെളിച്ചം കിട്ടത്തില്ല. വെളിച്ചം കിട്ടും. ആ മോർണിംഗ് വെളിച്ചം കയറുന്നത്, വീട്ടിൽ കയറുന്നത് എത്ര ബ്രൈറ്റാ, എത്ര ഹാപ്പി. ആദ്യത്തെ കൂടാരം അടിച്ചപ്പോൾ, ഫസ്റ്റ് പ്രാവശ്യം കൂടാരം അടിച്ചപ്പോൾ ഇത് മനസ്സിലായില്ല. രണ്ടാമത്തെ പ്രാവശ്യം കൂടാരം അടിച്ചപ്പോൾ അവർ, ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയാൽ മതി. രണ്ടാമത്തെ പ്രാവശ്യം വാതിൽ വെച്ചപ്പോൾ എന്തോ പറ്റി, അപ്പുറത്ത് വെച്ചു. അപ്പോൾ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വരുന്ന ഉടനെ തന്നെ വെളിച്ചം കയറി. അവർ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന അതോടെയല്ല കാറ്റ് വരുന്നത്, കാറ്റ് ഇപ്പുറത്തൂടെ വരുന്നത്. അവിടെ വിൻഡോ വെച്ചു. എയർ സർക്കുലേഷൻ നടക്കാൻ ഇവിടെ വിൻഡോ വെച്ചു. ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെയാ? ജേർണി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇസ്രായേൽ മക്കൾ വീട് പണിതേക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ ഇസ്രായേൽ വീട് പണിതേക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. അവരെങ്ങനെ വീട് പണിതേക്കുന്നത് അറിയാമോ? ഇപ്പോഴത്തെ ഇസ്രായേൽ വീട് പണിതേക്കാൻ അറിയാം. ഇവിടെ എല്ലാം മൗണ്ടനാ. ഇവിടെ മൗണ്ടനാ. ഇവിടെ എല്ലാം ഇവിടുന്ന് റിവറുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്ന് ഇസ്രായേൽ വീട് പണിതേക്കുന്നത് എങ്ങനെ അറിയാമോ? അവർ വീട് പണിതേക്കുന്ന മൊത്തം ഈ മലഞ്ചരുവിലാണ്. ഇവിടെ മൊത്തം കൃഷിയാണ്. അവരുടെ വീടുകളല്ല എവിടെ വന്നേക്കുന്നത്? മലഞ്ചരുവിൽ. എന്തിനാ? എനിമിയുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അവിടെ മഴ പെയ്യത്തില്ല, പക്ഷെ വെള്ളപ്പൊക്കം അതോ എന്തെങ്കിലും വന്നാൽ രക്ഷപ്പെടാൻ. 2, ഇവരുടെ മലയിൽ, അവരുടെ ആ ചരുവിൽ അവരുടെ വീട്. പക്ഷെ അവരുടെ കൃഷി വരുന്നതല്ല ഇവിടെ. കൃഷി വരുന്നത് എവിടെയാ? വാലിയിൽ. ഇന്ന് ഒരു വീട് പണിതേക്കുന്നത് ഇങ്ങനാ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ഇതൊന്നും അറിയാൻ വയ്യാത്ത നമ്മളെ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ ഗോഡ് ഈസ് ട്രെയിനിങ് യു. ദൈവം നിങ്ങൾ എന്തെടുക്കുക? ട്രെയിൻ ചെയ്യുക. ഇനി പ്രസൻസ് ഓഫ് ഗോഡ് അവരെ നടത്തുന്നത് എന്തിനാണ്? അത് മനസ്സിലായി. പ്രസൻസ് ഓഫ് ഗോഡ് നടത്തുന്നത് മനസ്സിലായി. എന്തിനാ നിങ്ങളെ വിൽഡർനെസ്സിൽ കൊണ്ടുവന്നേ? വിൽഡർനെസ് ഇസ് എ ടെസ്റ്റിംഗ് പ്ലേസ്. Wilderness is the testing place. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിൽഡർനെസ് എന്തിനാ? ടെസ്റ്റിംഗ്.
അടുത്തൊരു മിസ്റ്ററിയും കൂടെ ഞാൻ പറയാൻ പോവാം, ശ്രദ്ധിച്ച് കേട്ടോ, ഇതൊന്നും മിസ് ചെയ്യില്ല. ബൈബിളിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. എന്തോന്നറിയാമോ? ടെസ്റ്റ് ഉള്ളവർക്കാണ്, ടെസ്റ്റ് കഴിയുന്നവർക്കാണ് പ്രൊമോഷൻസ് ഉള്ളത്. ടെസ്റ്റ് കഴിഞ്ഞാലേ ഉള്ളൂ പ്രൊമോഷൻ. അതിനകത്തേ ഉള്ളൂ അതിന് പറയുന്ന പേര്, പരീക്ഷ കഴിഞ്ഞവർക്കേ ഉള്ളൂ കിരീടം, ക്രൗൺ ഉള്ളൂ. ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം ദൈവം വെച്ചത് എന്തിനാ വെച്ചേ? ദൈവത്തിന് അറിയത്തില്ലേ ഇവരിത് തിന്നും? ദൈവത്തിന് അറിയത്തില്ലേ? ഏദൻ തോട്ടത്തിൽ ഒത്തിരി വൃക്ഷമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വൃക്ഷം പറയുന്ന, ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, 2 ജീവന്റെ വൃക്ഷം. എന്തിനാണ് ദൈവം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അവിടെ വെച്ചത്? എന്തിനാ കൊണ്ടുവന്നത്? ബൈബിളിൽ തന്നെ ആൻസർ ഉണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ദൈവം അവിടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കൊണ്ടുവച്ചേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം കാണാം. പക്ഷെ ദൈവത്തിൻ്റെ ഒരു മെതേഡാ, മോനെ നീ ടെസ്റ്റിൽ കൂടെ പോ, അവിടെ നീ ജയിച്ചെങ്കിൽ മാത്രമേ. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്ത് കൊടുക്കും? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. എന്തിനാ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ദൈവം അവിടെ വെച്ചത്? എന്തിനാ? മനുഷ്യൻ അതിനെ ജയിച്ചായിരുന്നെങ്കിൽ അതിനെക്കാട്ടിലും ടോപ്പായിരുന്നു ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം. ദൈവം ഒരു പക്ഷെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം എല്ലാം കൂടെ ഒരുമിച്ചൊരു പാക്റ്റായിട്ട് വെച്ചേക്കുന്ന സാധനമാണ്, അതിൻ്റെ ഹൈ ഗ്രേഡ് വെച്ചേക്കുന്ന സാധനമാണ് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം. നന്മതിന്മകൾ ഒരു സ്മോൾ ടെസ്റ്റിംഗ് ആണ്. ആർ യു ഗെറ്റിംഗ് സംതിങ്? നന്മതിന്മകൾ വിച്ച് ഇസ് ഗുഡ് ആൻഡ് ഈവിൾ, അതിനങ്ങനെയുള്ള ഫ്രൂട്ട് ദൈവം എന്തിനാ വെച്ചേ? ടെസ്റ്റ്. ഇവിടെ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഒരു ഫലം അല്ലേ, ഇങ്ങനെ ഒരു ഫ്രൂട്ട് വെച്ചു. ഇപ്പുറത്ത് വേറൊരു ഫ്രൂട്ട് വെച്ചേക്കുവാ. എന്തിനാണെന്നറിയാമോ? ഇത് ജീവന്റെ വൃക്ഷമാണ്. ഇതിൻ്റെ കണ്ടന്റും ചിലപ്പോൾ ഇവിടെ കാണും. ഇതിൻ്റെ ഒത്തിരി കണ്ടന്റ് ഇവിടെ കാണും. ഇവിടെ അത് തന്നെയല്ല, ലൈഫ് കിടക്കുക. ഈ ഒന്ന് നീ ത്യജിച്ചാൽ, ഈ ഒന്നിനെ നീ സാക്രിഫൈസ് ചെയ്താൽ, ദൈവം നിനക്ക് തരാൻ പോകുന്നത് എന്തിനായിരിക്കും? സേ ദാറ്റ് വേർഡ്, ജീവന്റെ വൃക്ഷഫലം. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയോ, ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്തോ ഉണ്ട്. എന്തിനാ ദൈവം ടെസ്റ്റ് വെച്ചേക്കുന്നേ? പറഞ്ഞോ, എന്തിനാ ടെസ്റ്റ് വെച്ചേക്കുന്നത് ദൈവം? ദൈവം എന്തിനാ ടെസ്റ്റ് വെച്ചേക്കുന്നത്? പ്രൊമോഷൻ. ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ക്രൗൺ ഉണ്ട്, നിനക്ക് കിരീടമുണ്ട്. ഈ വിൽഡർനെസ് എന്തുവാ? ഇറ്റ്സ് എ ടെസ്റ്റിംഗ് പ്ലേസ്, ഇറ്റ്സ് എ ട്രെയിനിങ് പ്ലേസ്. എഴുതി വെച്ചോ, ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് പ്ലേസ്. എന്നെ ഭയങ്കരമായിട്ട് ദൈവം ബലപ്പെടുത്തിയ ഒരു കാര്യം ആൻറ്റി. എന്നെ ലൈഫിൽ ചിലതിനകത്തൂടെ ദൈവം കൊണ്ടുപോയപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടതാ, സേവ്ഡാ, ബാപ്റ്റിസം എടുത്തു, ഒരു സ്റ്റേഷനിൽ ബാപ്റ്റിസം എടുത്തു, ഞാൻ ഇങ്ങനെ നടന്നു വന്നു. ബാപ്റ്റിസം എടുത്തതിന് ശേഷം കർത്താവ് എനിക്ക് വന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് എൻ്റെ ബാപ്റ്റിസം ശരിയായില്ലയോ? അതോ ഞാൻ രക്ഷിക്കപ്പെട്ടത് ശരിയായില്ലേ?
എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നേ? ദൈവനോട് പറഞ്ഞ ഞാനാ നിന്നെ മാറായി കൊണ്ടുവന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒത്തിരി നാളുകൾ ചോദിച്ചാൽ, ലോർഡ്, ഈ ദൈവത്തിന് എന്നെ വേണ്ടായോ? ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനിൽ വന്നു, എന്നെ മാത്രം ദൈവത്തിന് വേണ്ട, ബാക്കി എല്ലാവരും ദൈവത്തിന് വേണം. എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല, ഞാൻ പ്രസംഗിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴല്ല, പണ്ട്. അപ്പോൾ എന്നെ ദൈവത്തിന്, എൻ്റെ മേൽ ശുശ്രൂഷയില്ല, എന്നെ ദൈവത്തിന് വേണ്ട, എൻ്റെ കൂടെ ഉള്ളവരെ എല്ലാം ദൈവം. ആർ യു ഗെറ്റിംഗ് സംതിങ്? മോനെ, എൻ്റെ കൂടെ ഉള്ളവരെ എല്ലാം ദൈവം ഉപയോഗിക്കുമോ? ഞാൻ അന്നേരം അവർക്ക് ലാപ്ടോപ്പ് ചെയ്ത് കൊടുക്കുക, സൗണ്ട് ചെയ്ത് കൊടുക്കുക, വീഡിയോ എടുക്കുക. ദാറ്റ് ഈസ് ഓൾ. എൻ്റെ മൾട്ടിമീഡിയ എൻ്റെ ജോലി, ടെക്നിക്കൽ സപ്പോർട്ട്. ഞാൻ ബ്രീച്ച് ചെയ്യാൻ വരുമ്പം ഒന്നും സംഭവിക്കുന്നില്ല, അവർ ബ്രീച്ച് ചെയ്യുമ്പോൾ ഭയങ്കര കാര്യം വർക്ക് ചെയ്യുക. ഞാൻ ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിച്ചു. ദൈവം പറഞ്ഞു വെയിറ്റ്. ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മാറായി നിന്നെ കൊണ്ടുവന്നു. മറ്റാർക്കും ഇല്ലാത്തൊരു കയ്പ് നിൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് പഠിപ്പിച്ചു തരിക, ദർ ഈസ് എ സൊല്യൂഷൻ. സ്പെല്ലിംഗ് കറക്റ്റാണോ? കറക്റ്റായ സൊല്യൂഷൻ. നിനക്ക് വേണ്ടി ചിലത് വെളിപ്പെടും. ഒരു വൃക്ഷം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഓ ഗോഡ്, ഇത് സംഭവിക്കുന്ന എവിടെയാ? ജേർണി, വിൽഡർനെസ് ജേർണി. ഇനി നിങ്ങൾ എഴുതി വെക്കണം. മേ ബി സിസ്റ്ററിനോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ആ വേർഡ് മലയാളത്തിൽ. ദൈവത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് എക്സാം ഹോളിലല്ല, പേപ്പറും പേനായിലും അല്ല. ദൈവത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് എവിടെയാണെന്നറിയാം? സിസ്റ്റർ, ഡിഡ് യു ഗെറ്റ് ദാറ്റ് വേർഡ്? എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേർഡ്. എനിക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് ഒരു പേപ്പറും പേനായും തന്നിട്ട് ടെസ്റ്റ് എഴുതിയിടുകയല്ലേ, ടെസ്റ്റ് മാർക്ക് ഇടുകയല്ല. ദൈവത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് എവിടെയാ? The test will take place in the test of God will take place in the wilderness. എന്തിനാ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നേ? പറ മോനെ. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് ക്രൗണ്. എന്തിനാ? നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് you will be my soldiers. You will be a chosen generation. എൻ്റെ നേഷൻ കണ്ടിട്ട് പറയണം, എന്തു ബ്ലെസ്സഡ് ആൾക്കാരാ അയ്യാ. ലോകം കണ്ടിട്ട് പറയണം, the world has look unto you and say that. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് ആര് പറയണം? ദൈവം തിരഞ്ഞെടുത്താണെങ്കിൽ you should have a wisdom, you should have a proper training, you should have a discipline, you should proper groomed. Your knowledge, wisdom, understanding, might, everything will be. ഹോളി സ്പിരിറ്റ് ഒരു പാക്കേജ് പോലെ. ഹോളി സ്പിരിറ്റിനകത്ത് ശക്തി മാത്രമല്ല, ഹോളി സ്പിരിറ്റിനകത്ത് വിസ്ഡം ഉണ്ട് കേട്ടോ. ഹോളി സ്പിരിറ്റിനകത്ത് എന്തോ ഉണ്ട്? ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സണാ. അത് വരുമ്പോൾ എന്തു പറ്റി? എൻ്റെ പാക്കേജ്. അപ്പോൾ എന്തിനാ, എവിടെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്? പറഞ്ഞോ, എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ. ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോ, വിൽഡർനെസ്സിൽ കൂടെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, വിൽഡർനെസ്സിനെ കുറിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ഉണ്ട്. ഇത് ലോൺലിനെസ്സാണ്, ഏകാന്തതയാണ്. വിൽഡർനെസ്സിൽ ഭയങ്കര ചൂടുകൊണ്ട് എല്ലാം എക്സ്ട്രീമാണ്.
വിൽഡർനെസ്സിനകത്ത് നമ്മുടെ അകത്തിരിക്കുന്ന എല്ലാം പുറത്തു കൊണ്ടിരുന്നു. റോയ് പാസ്റ്റർ ഇപ്പം നിന്ന് പ്രസംഗിക്കുന്നത് കാണാൻ നല്ല സുഖമാണ്, കുഴപ്പമില്ല, പുള്ളിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നല്ലതായിട്ട് ഇന്ന് പ്രസംഗിക്കുക. പക്ഷെ ലൈഫിൽ പ്രഷർ വരണം, ലൈഫിൽ പ്രഷർ വരണം, പെയിൻ വരണം. ഉള്ളിക്കിടക്കുന്നത് എന്തുവാന്ന് പുറത്തു വരണമെങ്കിൽ. കേട്ടോ, ഇപ്പം എന്നെ കാണാൻ നല്ലതാ, കോട്ട് സൂട്ടും എല്ലാം ഇട്ടുകൊണ്ട് പ്രസംഗിക്കുക. പക്ഷേ ഞാൻ ആരാന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? I have to go through the fire. I have to go through pressure, pain. That time people will understand who I am. ഞാൻ ആരാന്നുള്ളത്, ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാ? പെയിനിൽ കൂടെ പോകുമ്പോഴാണ്. എന്തിനാ ടെസ്റ്റ്? എന്തിനാ ദൈവം നിങ്ങളെ റിവീൽ ചെയ്യുന്നത്? നിങ്ങളുടെ അകത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടേ. കേട്ടോ, നിങ്ങളുടെ അകത്ത് ഇങ്ങനൊരു സ്കാരറ്റ് ഇരിപ്പുണ്ടേ. നീ അതിനെ ഇനിയും തൊട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണം. എന്നിട്ട് നീ എവിടെ നിന്നുള്ള ക്യാരക്ടറിനെ നീ എടുക്കണം? ദ ഡിവൈൻ ക്യാരക്ടർ. 2, യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിനകത്ത് നീ കൂട്ടാളിയാകണം. വേർഡ് ഓഫ് ദ ലോർഡിനകത്തൂടെ നീ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. നിങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെയും കൂടെ ഫീഡ്ബാക്ക് ഒന്ന് കേൾക്കട്ടെ. എല്ലാ ടെസ്റ്റും നടക്കുന്നത് എവിടെ വെച്ചാ? ഇനി അനദർ മിസ്റ്ററിയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം എപ്പോഴെങ്കിലും നമ്മുടെ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ കഴിയുമ്പോൾ ഈ ക്ലാസ് ഞാൻ എടുക്കാം. ആരാ സ്റ്റേഷൻ ചൂസ് ചെയ്യുന്ന? ആരൊക്കെയാ പറഞ്ഞോ? ഇവിടെ തൊട്ടൊരു സ്റ്റേഷനാണ്, ഇങ്ങ് വരെ പോവാം. 0 തൊട്ട് ഇവിടെ തൊട്ട് സ്റ്റേഷനാണ്. ഇവിടെ വരെ എത്ര സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയാമോ? 42 സ്റ്റേഷൻസ്. അവിടെ പ്രോമിസ് ലാൻഡ്. There are 42 stations which is mentioned in the Bible. God insisted to write it down, all the stations. That is there in Numbers 33, chapter 33. Numbers 33. Look at this. Look at this. Numbers 33. എത്ര സ്റ്റേഷൻസ് ഉണ്ട്? 42 stations. All these stations are mentioned in the Bible. All these stations. എന്തിനാ 42 stations? Tell me. ഇവിടെ തൊട്ടാ തുടങ്ങുന്നത്? റംസേസ്. റംസേസിൽ നിന്ന് ഗോഷ്നി വന്നു സുക്കോത്ത്. അവിടെ നിന്ന് ഇങ്ങനെ വരിക, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി കയറി ഇതുവഴിയൊക്കെ കയറി ഇവിടെ ക്രോസ് ചെയ്യുന്നത്, ചെങ്കടലിൽ ക്രോസ് ചെയ്യുന്നത്. ഷൂർ മരുഭൂമി ചെന്നു, നേരെ മാറായി വന്നു, ഏലീമി വന്നു, പിന്നെ ചെങ്കടലിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് വന്നിട്ട് ഇവിടെ നേരെ രഫദീമി വന്നു, രഫദീമി സീനായി വന്നു, സീനായി ഇവിടെ അങ്ങ് സ്റ്റേ ചെയ്തു. ഇസ്രായേൽ യാത്ര എങ്ങനെയാണ് പോകുന്നത്? മൗണ്ട് ഹോരേബ് അല്ലെ മൗണ്ട് സീനായി എത്രാമത്തെ സ്റ്റേഷനാണെന്ന് അറിയാമോ? 12th സ്റ്റേഷൻ. ബാപ്റ്റിസം എടുത്തത് 4ാമത്തെ സ്റ്റേഷനിലാണ്, മാറ 5ാമത്തെ സ്റ്റേഷനിലാണ്, 12ാമത്തെ സ്റ്റേഷനാണ് ഇവിടെ. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ആരാണ് ഇവിടുന്ന് ഇറങ്ങി, റംസേസിൽ നിന്ന് ഇറങ്ങി, ആരാണ് അവരെ നടത്തിയത്? ഇവിടെ കൊണ്ടുവന്നത് ആരാ? പറഞ്ഞോ. ഇവിടെ കൊണ്ടുവന്നത് ആരാ? ഗാഡ്, പ്രസൻസ് ഓഫ് ഗാഡ്. ഈ സ്റ്റേഷൻ ചൂസ് ചെയ്തത് ആരാ? പറഞ്ഞോ.
ഈ സ്റ്റേഷൻ ചൂസ് ചെയ്തത് ആരാ? സുക്കോത്ത് ചൂസ് ചെയ്തത് ആരാ? സുക്കോത്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഏതാം. ഏതാം ഇവിടെ എവിടെയോ വരും, പോട്ടെ, ഏതാം എവിടെയെങ്കിലും ഇവിടെയാന്ന് വെച്ചു. ഏതാം ചൂസ് ചെയ്ത ആരാ? പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ്. അത് കഴിഞ്ഞിട്ട് ഏതാ? ഏതാം കഴിഞ്ഞു. നാലാമത്തെ പീഹരിയോത്ത്. ഇവിടെയാ പീഹരിയോത്ത്. ഇവിടെ കൊണ്ടുവന്നത് ആരാ? പറഞ്ഞോ. Who brought Israelites here in the Piharihoth, which is the edge of the sea? ആരാ? Who brought Israelites here? പറഞ്ഞോ. Presence of God. എന്തിനത് ഇവിടെ കൊണ്ടുവന്നേ? എന്തിനത് ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാതെയോ? ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? God wants to show its power to Israelites. It is there in Exodus 14. അവർക്ക് ദൈവത്തിൻ്റെ പവർ കാണിക്കാനാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തുമായിരിക്കും? യു ആർ പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ദൈവം ആരാന്ന് കാണിക്കാനാണ്. ഗ്ലോറി. ഇതൊരു ടെസ്റ്റാണ്. ലൈഫ് ഒരുമിച്ചുള്ള ജേർണി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാമിലി. ബൈബിളിൽ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പെസഹ കുഞ്ഞാടിൻ്റെ ആടിനെ എടുക്കേണ്ടത് ആർക്കൊക്കെയാ? ഇൻഡിവിജ്വൽ ആണോ ആസ് എ ഫാമിലി ആണോ? ഫാമിലി. ഫോർ ഫാമിലി വൺ ലാംബ്. ഫോർ ഫാമിലി. ഇനിയും ജോഷുവ പറയുന്നത് എന്തുവാ? ഞാനും എൻ്റെ കുടുംബം എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളാരും സേവിച്ചില്ലെങ്കിൽ ഞാൻ യഹോവയെ സേവിക്കുന്നതാണെന്ന് പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അപ്പം നിങ്ങളുടെ യാത്ര ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ യാത്ര ഹോൾഡ് അതേഴ്സ് യുവർ പാർട്ട്നേഴ്സ് ഹാൻഡ്, ഗോ. ചില സമയത്ത് അവരുടെ സ്പീഡ് കാണത്തില്ല. യു ഹാവ് ടു പുൾ ദം. ആരെ വലിച്ചോണ്ട് അല്ലെ നടത്തിക്കൊണ്ട് പോകണം. എൻകറേജ് ദം. നോക്കിക്കേ, ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്തിനാണ് 42 സ്റ്റേഷൻസ്? അതും കൂടെ പറഞ്ഞ് നിർത്താൻ പോവാം. ബൈബിളിൽ ദൈവം പറഞ്ഞ 42 സ്റ്റേഷൻസ് ഓർഡറിൽ എഴുതാൻ. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ Numbers 33. God insisted to write it down. All these stations. നിങ്ങളെ ദൈവം കൊണ്ടുവന്ന സ്റ്റേഷൻസ് എന്തിനാ? വൈ ഗോഡ് ഇൻസിസ്റ്റഡ്? നിങ്ങൾക്ക് ആ വേർഡ് അറിയാമോ? എന്തിനാ ദൈവം 42 സ്റ്റേഷൻ എന്തിനാ? വൈ ദർ ആർ 42 സ്റ്റേഷൻസ്? എന്തിനാ 42 സ്റ്റേഷൻ അറിയാമോ? വിച്ച് ഇസ് ഫോർ യുവർ സ്പിരിച്വൽ, റൈറ്റ് ഇറ്റ് ഡൗൺ ദാറ്റ് വേർഡ്, യുവർ സ്പിരിച്വൽ ആൻഡ് യുവർ സൈക്കോളജിക്കൽ ട്രെയിനിങ് സ്റ്റേഷൻസ്. ഈ 42 സ്റ്റേഷൻ എന്തിനാ അറിയാം? ഫോർ യുവർ spiritual and psychological training development stations are these 42 stations. പറഞ്ഞോ? മനസ്സിലായവർ പറഞ്ഞോ? എന്തിനാ 42 സ്റ്റേഷൻസ്? സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേഷൻസ്. നിങ്ങൾ മോൾഡ് ആയത് എവിടുന്ന? ഈജിപ്തിൽ നിന്നാണ് മോൾഡ് ആയത്. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ആര് നിങ്ങളെ മോൾഡ് ചെയ്യണം? ഗോഡ്. എന്തിന്? വൈ? ദൈവത്തിന് പറയണം, ദേ ആർ മൈ ചോസൻ ജനറേഷൻ. ഇപ്പം പറയാൻ പറ്റുമോ? ഇപ്പം ദൈവത്തിന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ദൈവം പറയണം, നിങ്ങൾ ദൈവത്തിൻ്റെ. നമ്മൾ പലപ്പോഴും എങ്ങനെയാ? ടെൽ മീ. നമ്മൾ മൺഡേ ടു സാറ്റർഡേ ലോകവും, സൺഡേ മാത്രം ഗോഡിൻ്റെ കൂടെ. നോ, അങ്ങനല്ല.
നമ്മളെ അറിയുന്നവർ, ഇടപെടുന്നവർ, എവ്രി വൺ ആരെ കാണണം? ദൈവത്തെ കാണണം. ഇന്ന് പകൽ നമുക്ക് ഇച്ചിരി സമയം പ്രാർത്ഥിക്കാം. ജേർണി ഇതിൻ്റെ ഓരോ സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ ഞാൻ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റേഷൻ എന്ത് സംഭവിച്ചു, ഓരോ സ്റ്റേഷൻ 1, 2, 3, 4, 5 ഇങ്ങനെ 42 സ്റ്റേഷനിൽ വാട്ട് ഓൾ ഇൻസിഡൻസ് വേർ ടേക്കൺ പ്ലേസ്. അതിനകത്ത് ഇസ്രായേലൈറ്റ്സ് വിൻ ചെയ്തോ ഫെയിലായോ? ദൈവത്തിൻ്റെ പ്ലാൻ എന്തുമായിരുന്നു? ദൈവം ഉദ്ദേശിച്ച എന്തുമായിരുന്നു? ദൈവം ഉദ്ദേശിച്ച അളവിൽ ഇവർ ട്രെയിൻഡ് ആയോ? അതോ ഇസ്രായേൽ ഫെയിലായോ വിന്നായോ? ഇത് ഓരോ സ്റ്റേഷൻസ് യു ഹാവ് ടു സ്റ്റഡി. ലാസ്റ്റ് വേർഡ്, നമ്മളൊരു ജേർണിയിലാണ്. അറിയാമോ? നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷനിലാണ്. നിങ്ങൾ ഈ വേർഡും കൂടെ എഴുതി വെച്ചോ. ഭയങ്കര അർത്ഥമാണ്. കാരണം അതിൻ്റെയൊക്കെ വെയിറ്റേജ് കൊടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ചിലർ അവരുടെ തലമുറയിലെങ്കിലും വാഗ്ദത്തത്തിലെത്തും. ഒരു 42 വർഷം എടുത്താലെങ്കിലും വാഗ്ദത്തത്തിലെത്തും. ചിലർ അവരുടെ തലമുറയിലും എത്തത്തില്ല, അവരുടെ പിള്ളേരും എത്തത്തില്ല, അവരുടെ പിള്ളേരും എത്തത്തില്ല. 5-6 തലമുറ വേണം അക്കരെ എത്തണമെങ്കിൽ. വൈ? they are ignorant. they are very ignorant. ഞാൻ പല ആൾക്കാരെ എൻ്റെ മനസ്സിൽ ഓർക്കുക, പക്ഷെ ആരുടെ പേര് ഞാൻ എൻ്റെ നാട് തൊട്ട് കാണുക. വിശ്വാസത്തിൽ വന്നു, അവരോ അവരുടെ മക്കളോ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ. വൈ? ഞങ്ങളെക്കാട്ടിലും മുന്നേ വിശ്വാസത്തിൽ വന്നു, എല്ലാം വന്നു. അവർക്ക് ശേഷം വന്നവരെല്ലാം 2 തലമുറ പോയിട്ടും ഈ കുടുംബം ഇന്ന് അങ്ങനെ ഇരിപ്പുണ്ട്. നോക്കി, ദൈവമാണോ നിങ്ങളെ കൊണ്ടുപോകുന്നേ? 42 വർഷം വേണ്ട കേട്ടോ, വെറും 3 ഇയർ മതി. 3 ഇയർ. ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 3 വർഷം കൊണ്ട് നിങ്ങളെ ദൈവത്തിന് ഇവിടെ എത്തിക്കാം. 42 സ്റ്റേഷനും കടത്തി എത്തിക്കാം. ബൈബിളിലുണ്ട്. 3 ഇയർ മതി. പക്ഷെ എന്തുകൊണ്ട് 42 വർഷം എടുത്തു? ബിക്കോസ് ഓഫ് ഡിസൊബീഡിയൻസ്. ബട്ട് എത്ര സമയം വേണമായിരുന്നു? 3 ഇയർ മതിയായിരുന്നു. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ബൈബിൾ. ഞാൻ ബൈബിളിൻ്റെ ടൈം ലൈൻ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ 3 ഇയർ മതി. പക്ഷെ എത്ര വർഷം എടുത്തു? 42 ഇയേഴ്സ്. 42 സ്റ്റേഷൻ ഉണ്ട്, 42 ഇയേഴ്സ് എടുത്തു. ഇന്ന് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഓർത്തോ, നിങ്ങളുടെ ലൈഫിൽ ഈ ജേർണിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷനും ആര് തരും? ഗോഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് വിൽ പ്രൊവൈഡ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ വേറൊരു ഉദ്ദേശത്തോടു കൂടെ ഒന്നുമല്ല പറയുന്നത്, വേറൊരു ഉദ്ദേശത്തോട്. പക്ഷെ എൻ്റെ ലൈഫ് ഞാൻ തുറന്നു പറയാം. എനിക്ക് വേറൊരു ഉദ്ദേശമൊന്നും ഇതിനകത്ത് ഇല്ല. ഇപ്പം ദൈവമക്കളോട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റൂ. കഴിഞ്ഞ ദിവസം എൻ്റെ പൈസ ഇല്ല, വീടിൻ്റെ പണി നടക്കുക, പൈസ ഇങ്ങനെ ഒത്തിരി ഇറങ്ങിക്കൊണ്ടിരിക്കുക, പൈസ ഇല്ല. പെട്ടെന്ന് നെയ്തമോൻ്റെ സ്കൂളിൽ നിന്ന് ലെറ്റർ വന്നു, ഇത്ര രൂപ ഇപ്പം പേ ചെയ്തിരിക്കണം, അല്ലെ നെയ്തന് എക്സാം ഉണ്ട്, എക്സാമിന് ഇരുത്തത്തില്ല, ഇത്ര രൂപ നെയ്തന് പേ ചെയ്തിരിക്കണം. എൻ്റെ ആണെങ്കിൽ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പൈസയും കൂടെ ഇല്ലാതിരിക്കുക. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ പൈസ ഇല്ല, കർത്താവ് തന്ന കുഞ്ഞാ, കർത്താവ് തന്നെ പണം ഒരുക്കണേ, എൻ്റെ പൈസ ഇല്ല. ഞാൻ എന്നിട്ട് രാത്രിയിൽ ഒരു മീറ്റിംഗ് എടുത്തു. 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ഒരു മീറ്റിംഗ് എടുത്തു. ഞാൻ ലൈഫ് ലൈറ്റിൻ്റെ ഒരു ക്ലാസ് എടുത്തു. 10 മണി വരെ ഒരു ക്ലാസ് എടുത്തു. 10 മണിയല്ല, രാത്രി 12:30 വരെ ക്ലാസ് എടുത്തു. 12 വരെ ക്ലാസ് എടുത്തു. 12:30 തൊട്ട് രാത്രി 2 മണി വരെ വേറൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടക്കാൻ. ഞാൻ ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഫോണൊന്നും ഉപയോഗിച്ചില്ല, ഫോണെല്ലാം എൻ്റെ സൈലൻറ്റ് അവിടെ ഇട്ടേക്കുവാ. അയ്യോ, ഞാൻ 9 മണിക്ക് പ്രാർത്ഥിച്ചിട്ടിരുന്ന് കർത്താവേ നാളെ രാവിലെ നെയ്തിന് ഫീസ് കൊടുക്കണം, പൈസ ഇല്ല, കൊടുക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 2 മണിക്ക് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ
നെയ്തന് ഫീസ് കൊടുക്കാനുള്ളതിൻ്റെ ഹാഫ് പൈസ ഒരാൾ എനിക്ക് ഇട്ട് തന്നിരിക്കും. ഈ രാത്രി ആരവളോട് പറഞ്ഞു? പറ. നെയ്തന് കൊടുക്കാനുള്ള ഫീസിൻ്റെ പകുതി പൈസ എനിക്കിട്ട് തന്നേക്കുന്നു. ബാക്കി പൈസ ഞങ്ങൾ രണ്ടും കൂടെ അറേഞ്ച് ചെയ്തിട്ട് പേയ്മെൻറ്റ്, കുഞ്ഞിന് പേയ്മെൻറ്റ് കൊടുത്തു. അന്ന് രാവിലെ തന്നെ പേയ്മെൻറ്റ് കൊടുത്തു. രാത്രി ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഈ ജേർണിയിൽ ആര് കരുതും? ഞാൻ രാത്രി ആ ആളോട് പറഞ്ഞു, കുഞ്ഞ് നീ ഇന്ന് ഇപ്പം രാത്രി നിന്നോട് ആര് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. ഗാഡ് ഈ ജേർണിയിൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരുതും? ബൈബിള് തന്നെ പറയുന്നുണ്ട്, നിന്റെ അധ്വാനമല്ല, നിന്റെ സ്മാർട്ട്നെസ് അല്ല, നിന്റെ കഴിവല്ല, നിന്റെ കോണ്ടാക്റ്റ് അല്ല, നിന്റെ പ്രസംഗമല്ല, ആര് നിന്നെ കരുതും? നിന്നെ വിളിച്ചതാരാ? വിളിച്ചതാരാ? ദൈവം. ഒന്നിനും കുറയാതെ നടത്തുന്ന പ്രൊവിഷൻ തരും. നിനക്ക് അന്നന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം കുടുംബങ്ങളായി പറയാം, നിങ്ങളെല്ലാം കുടുംബങ്ങളായി അഡ്രസ് ചെയ്യാം. ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിച്ച് നടന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തെ ദൈവം നിങ്ങളെ ചിലടത്ത് പണിയും. നിങ്ങളുടെ ഈഗോ ക്ലാഷ് ആകല്ലേ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അരഗൻസ് എഴുന്നേറ്റ് വന്ന് ഉള്ളതും കൂടെ ഉടച്ചു കളയല്ലേ. ചിലടത്ത് പെയിൻ വരും, അന്നേരം എല്ലാം കൂടെ ഇളകി അങ്ങ് വെട്ടിക്കളയൽ. നോ, അതൊക്കെ നമ്മുടെ ഈ ഇരുട്ടിൽ നിന്ന് പഠിച്ചതാണ്. നമ്മളെല്ലാം എവിടെ നിന്ന് പഠിച്ചതാ? മിസ്രയീമിൽ നിന്ന് പഠിച്ചതാ, ഇരുട്ടിൽ നിന്ന് പഠിച്ചതാ. കളയല്ലേ. പക്ഷെ നിന്നെ ദൈവം നടത്തുമ്പം ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിനക്ക് പ്രോമിസ് ലാൻഡ് കാണാൻ പറ്റത്തില്ല, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണത്തില്ല, മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാണത്തില്ല. 42 സ്റ്റേഷൻ ദൈവം നിന്നെ എന്തിനാ വെച്ചേ? ട്രെയിനിങ് ഫോർ. ഏതൊക്കെ ട്രെയിനിങ്ങാ? സ്പിരിച്വൽ, സൈക്കോളജിക്കൽ. കാരണം എങ്കിലേ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രോമിസ് ലാൻഡ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. പ്രോമിസ് ലാൻഡ് ഉണ്ടല്ലോ, ഇതിന് ചുറ്റിനും കിടക്കുന്നത് ചില്ലറ ആൾക്കാരല്ല കേട്ടോ. നിങ്ങൾ എത്ര പേരെ ജയിക്കണം എന്നറിയാം? 165 എനിമിയെ നീ ജയിക്കണം. എനിമീസ് 165 എനിമീസ് നിന്റെ ചുറ്റും കിടപ്പുണ്ട്. നീ ഇപ്പം ഒന്നാമത്തെ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് വിളിച്ച് ഇവിടെ കൊണ്ടുവിട്ട നിന്റെ പൊടി പോലും കാണത്തില്ല. രണ്ടാമത്തെ സ്റ്റേഷനിൽ നിന്നെ ഒരു ഫ്ലൈറ്റ് വിളിച്ച് ഇവിടെ കൊണ്ടുവിട്ട കാണുമോ? പക്ഷെ നിന്നെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്ത് നിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേന് നിന്റെ ലൈഫിൽ അറ്റാക്ക് വരുമ്പോൾ നീ എന്തോ പറ്റും? നിനക്കതിനെ ജയിക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് ട്രെയിനിങ് ടെസ്റ്റ്. പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എന്തോ പറ്റുമെന്ന് അറിയാമോ? നിങ്ങളെ ട്രെയിൻ ചെയ്യും. ഒന്നും കൂടെ എല്ലാവരും ഒന്ന് റിവ്യൂ ചെയ്തേ. നമ്മുടെ ഭൂമിയിൽ കൂടെയുള്ള ജീവിതം എന്തുവാ? പറഞ്ഞോ. ഈ ഭൂമിയിൽ കൂടെയുള്ള നമ്മുടെ ജീവിതം എന്തുവാ? ജേർണിയാ. ആണോ? ജേർണിയാ. 2, ഈ ജേർണിയിൽ നമ്മളെ നമ്മൾ എങ്ങോട്ടാ കയറിയത്? ഡാർക്ക്നെസ് ടു ഗ്ലോറിയിലേക്ക് കയറി. ഇനി ആരൊക്കെ കാണും ഈ യാത്രയിൽ നടത്താനും ഗൈഡ് ചെയ്യാനും എല്ലാം? യുദ്ധം ചെയ്യാൻ ജോഷുവ ഉണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണിയിക്കാൻ ആരോൻ ഉണ്ട്, മോസസ് ഉണ്ട്, പ്രോഫസി പറയാൻ 3 പേരുണ്ട്, ഇസ്രായേൽ മക്കൾ. ഗ്ലോറിയിലേക്ക് കയറി. ഇനി ഈ യാത്രയ്ക്കകത്തൂടെ ഏതോടിയ ദൈവം കൊണ്ടുപോകുന്നേ? വിൽഡർനെസ്സിൽ കൂടെ. എന്തിനാ ദൈവം കൊണ്ടുപോകുന്നേ? ഫോർ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ്. ഇനി ഈ വിൽഡർനെസ് നല്ല സുഖമുള്ള ഏർപ്പാടാണോ? വിൽഡർനെസ് നല്ല സുഖമുള്ള ഏർപ്പാടാണോ? പെയിനാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ നിങ്ങളെ ആരാ ഗൈഡ് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള സ്റ്റേഷൻ ആര് ചൂസ് ചെയ്യണം? മോസസ് ആണോ ചൂസ് ചെയ്യണ്ടേ? പറഞ്ഞോ. ആരോനാണോ?
ദൈവം ചൂസ് ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ? അപ്പോൾ ആ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നത്, നിങ്ങളെ കൊണ്ടുവന്ന് വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നേ? മോസസാ കൊണ്ടുവന്നേ? ആരാ കൊണ്ടുവന്നേ? ദൈവം. എന്തിനാ കൊണ്ടുവന്നേ? എൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ ദാഹിക്കുമ്പോൾ അറിയാം സ്വഭാവം, വിശക്കുമ്പോൾ അറിയാം സ്വഭാവം. എന്തിനാ നിന്നെ വിശപ്പിച്ച്? എന്തിനാ നിന്നെ ദാഹിപ്പിച്ച്? നിന്റെ ഉള്ളിലിരിക്കുന്ന അറിയാനും. ഡ്യൂട്രോണമി 8 പോയി ഇന്ന് വായിക്കണം. നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റാണ്, ഞാൻ വെനസ്ഡേ ചോദിക്കും. ഡ്യൂട്രോണമി 8 പോയി വായിക്കണം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 8-ാം അധ്യായം. ഞാൻ വെനസ്ഡേ ചോദിക്കും, കാരണം എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ ചോദിക്കും ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 8 കേട്ടോ, പോയി വായിക്കണം. വെനസ്ഡേ ആർക്കും പനി പിടിക്കല്ലേ, വെനസ്ഡേ ആർക്കും നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാണല്ലേ, വെനസ്ഡേ എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. കേട്ടോ ഗസിയായി കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തില്ല, എല്ലാവരും ജോയിൻ ചെയ്യണം. വെനസ്ഡേ ഇനി അടുത്ത ആഴ്ച എക്സാമാ, അന്ന് സാറേ എനിക്ക് പനിയായിരിക്കും അടുത്ത മാസം. ആ പരിപാടിയില്ല, നിങ്ങൾക്ക് പനി പിടിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം, കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. നോക്കിയേ, ഡ്യൂട്രോണമി ഏതാ വായിക്കേണ്ടിയേ? ഡ്യൂട്രോണമി 8, ആവർത്തനം 8. അത് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് മനസ്സിലാകാഞ്ഞല്ല, മലയാളത്തിലും പറയാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. ഡ്യൂട്രോണമി 8 യു ഹാവ് ടു റീഡ് ഇൻ ദിസ് വീക്ക്. അപ്പോൾ നോക്കിയേ, ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്തോ ഉണ്ട്? ക്രൗൺ ഉണ്ട്. ഇനി എല്ലാ ടെസ്റ്റിനകത്തും ദൈവത്തിൻ്റെ എന്തോ ഉണ്ട്? സൊല്യൂഷൻ. ഈ ടെസ്റ്റിൽ കൂടെ എന്തിനാ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത്? എത്ര ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്? ഫോർ യുവർ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ട്രെയിനിങ്. സൈക്കോളജിക്കൽ ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചിലർക്ക് 6 അടി ഉയരമുണ്ട്, പക്ഷേ ഒരു മുട്ടുസൂചി കണ്ടു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം എഴുന്നേക്കത്തില്ല. ഒരു വേദന എടുക്കാൻ അവർക്ക് വയ്യ. തടിയും പൊണ്ണത്തടിയും എല്ലാം ഉണ്ട്, പക്ഷെ അകത്തങ്ങ് ഒരാളും ഇല്ല. ചിലർക്ക് അകത്ത് ആളില്ലെങ്കിൽ അകത്ത് ഭയങ്കര ബലമാണ്, പക്ഷെ ആൾ ചെറുതാണെങ്കിലും അകത്ത് ഭയങ്കര ബലമാണ്. നിങ്ങൾ എവിടൊക്കെ വീണാലും അകത്ത് ബലമുണ്ടോ നിങ്ങൾ എഴുന്നേക്കും. പക്ഷെ പുറത്ത് ഭയങ്കര ബലമാണ്, അകത്ത് ബലമില്ലെങ്കിൽ വീണാൽ എഴുന്നേക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളതിനെ കട്ടിലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. എവിടെയെങ്കിലും കട്ടിൽ കണ്ടാൽ മതി കയറി കിടക്കാൻ, പിന്നെ അവിടെ കിടന്നോളൂ. ട്രിപ്പും കൂടെ തന്നാൽ മതി, അവിടെ കിടന്നങ്ങ് ട്രിപ്പും കുടിച്ചോണ്ട് കിടന്നു. ഫുഡും കഴിക്കണ്ടായല്ലോ, അത്രയും ചവയ്ക്കുകയും വേണ്ടായല്ലോ. പക്ഷേ നീ വീണാലും അകത്ത് ബലം ഉണ്ടെങ്കിൽ നീ എഴുന്നേക്കും കേട്ടോ. ഈ ടെസ്റ്റ് ഭയങ്കരമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മളെല്ലാവരും ടെസ്റ്റിലാണ്, എല്ലാവരും ടെസ്റ്റിലാണ്. ഈ ടെസ്റ്റിനകത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ നോ എന്ന് മാത്രം പറയല് കേട്ടോ. മതിയെന്ന് പറയല്, കർത്താവേ മതിയെന്ന് പറയല്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു സ്റ്റോറി കൂടെ പറഞ്ഞ് നിർത്താം. ചിന്തിക്കാൻ ഒരിക്കൽ ഒരു കഥയാണേ. ദൈവം മനുഷ്യനെ മണ്ണും കൊണ്ട് ഉണ്ടാക്കി, അറിയാമല്ലോ, പൊടിയും കൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഥയാണ്. ദൈവം ഇതിനെ 3 ടൈപ്പ് മനുഷ്യനെ ഉണ്ടാക്കി. ഇതൊരു കഥയാണ്, അങ്ങനെയൊന്നും ബൈബിളിലില്ല. 3 ടൈപ്പ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഈ മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ മണ്ണ് ചുട്ടെടുക്കണം, ഇല്ലെങ്കിൽ കുഴഞ്ഞിരിക്കുകയല്ലേ, ചുട്ടെടുക്കണം, അങ്ങ് ഉടഞ്ഞു പോകും. ദൈവം അതിന് ചുട്ടെടുക്കാൻ ഈ 3 മനുഷ്യനെ എടുത്തിട്ട് ചൂളക്കകത്ത് വെച്ചു. ഈ കട്ടയൊക്കെ വെക്കുന്ന ചൂളയുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, ചൂളക്കകത്ത് വെച്ചു. അപ്പോൾ ചൂളക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന തീ കത്താൻ തുടങ്ങി. ദിവസങ്ങളോളം ചൂളക്കകത്തിരിക്കണം, കത്താൻ തുടങ്ങി ചൂടങ്ങോട്ട് ദേഹത്തോട്ട് അടിച്ചങ്ങോട്ട് ചൂടങ്ങോട്ട് പഴുത്ത് വരുന്നതേ ഉള്ളൂ. വരുന്ന സമയമായപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, ദൈവമേ ചൂടടിക്കുന്നേ, എൻ്റെ അകത്തൂടെ ഒക്കെ തീ കയറി വരുന്നേ, മതി എന്ന് പറഞ്ഞു. കർത്താവ് എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയുള്ള പുള്ളികളാണ് വെള്ളക്കാരായത്. അങ്ങനെയുള്ള പുള്ളികളാണ് പ്രോപ്പർലി വെന്തില്ല. അതുകൊണ്ടാണ് അവരാണ് എന്തോ ആയത്, ഒരു കഥയാണ്, അവരെന്തോ ആയത്, വെള്ളക്കാരായത്. ശരി, ഇനി ഒന്നാമത്തെ ആൾ എഴുന്നേറ്റ് പോയി. രണ്ടാമത്തെ ആൾ നല്ല ചുമന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആ മണ്ണൊക്കെ അങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ ചുമന്നു. ഇപ്പം ദൈവം കർത്താവേ ഞാൻ നല്ല ചുമന്നു, എല്ലാ ഭാവവും ചുമന്നു. ദൈവം പറഞ്ഞു, അവരോട് പറഞ്ഞു എഴുന്നേറ്റ് പോക്കോളാൻ പറഞ്ഞു. ഒറ്റ ചോദ്യം, എഴുന്നേറ്റ് പോക്കോളാൻ പറഞ്ഞു. അവരാണ് ഇന്ത്യക്കാരായത് കേട്ടോ. ചുമന്ന ആൾക്കാരാണ്, അല്ലെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞത്, അവരാണ് ഇന്ത്യക്കാരായത്. മൂന്നാമത്തെ ആളോർത്തോടെ ഒന്നാമത്തെ പുള്ളി വെളുത്തു.
രണ്ടാമത്തെ പുള്ളി ചുമന്നു. ഞാൻ എന്നാൽ കുറച്ചു നേരം കൂടെ ഇരിക്കാം, ചിലപ്പോൾ വേറെ വല്ല നല്ല കളറാവുന്നോർത്ത്. പുള്ളി കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് പോകേണ്ടതിന് പകരം പുള്ളി എന്തോ പറ്റുന്നറിയാം, കുറേ കൂടെ അങ്ങ് ഇരുന്നു. പുള്ളി ഒരു പരുവമായി പുകഞ്ഞ് കറുത്ത് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, കർത്താവേ ഇനി ഞാൻ എഴുന്നോട്ട് ചോദിച്ചായിരുന്നു. അവരാണ് ആരായത്? ആഫ്രിക്കൻസ് ആയത്. അപ്പം ദൈവം നമ്മളെ ചിലയിടത്തൂടെ കൊണ്ടുപോകുമ്പോൾ മതി എന്ന് പറയരുത്. ഈ കഥയും കൂടെ ഓർത്തിരുന്നു കേട്ടോ, ഇതൊരു കഥയാണ്. മതി എന്ന് പറയല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് പ്രിപ്പയർ ആണ്. നോ കർത്താവേ എനിക്ക് മതി എന്ന് പറയല്ല. പ്രാർത്ഥിക്കാം 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 പ്രാർത്ഥിക്കാം. കർത്താവേ എന്നെ പണിയണമേ,